കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മഹാരാഷ്ട്രയിലെ ലത്തൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. മുംബൈ ഭീകരാക്രമണക്കാലത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്നു. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും വലിയൊരു സ്ഥാനമുള്ള അല്ലെങ്കിൽ വലിയ ഒരു ഘടകം തന്നെയായിരുന്നു ശിവരാജ് പാട്ടീൽ. അദ്ദേഹത്തിന് 90-ാം വയസ്സിൽ, അതായത് ഒക്ടോബർ 1935 ഒക്ടോബറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഏതാണ്ട് 91 വയസ്സിനോട് അടുക്കവെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലുള്ള വസതിയിൽ പുലർച്ചെ അല്ലെങ്കിൽ രാവിലെയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ലോക്സഭാ സ്പീക്കർ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭയിലെ വിവിധ വകുപ്പുകൾ എന്നീ നിലയിലൊക്കെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം മന്ത്രിസഭയിൽ നിന്നും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറിയതിന് ശേഷം ചണ്ഡീഗഡിലടക്കം ഗവർണറായും അതുപോലെ തന്നെ പഞ്ചാബിലെ ഗവർണറായും ചണ്ഡീഗഡിലെ അഡ്മിനിസ്ട്രേറ്റർ പദവികളിലുമെല്ലാം അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് മുംബൈ ഭീകരാക്രമണം നടക്കുന്നത്. അതായത് താജ് ഹോട്ടലിലും അതുപോലെ തന്നെ നിരവധി ആളുകളുടെ മരണത്തിനും കാരണമായ മുംബൈ ഭീകരാക്രമണ പരമ്പര നടക്കുന്നത് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. 2004 അദ്ദേഹം ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നാലെ അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്വയം രാജിവെക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അവിടെ എത്തുകയും അതിന് വേണ്ട രീതിയിൽ അന്വേഷണത്തിൻ്റെ നേതൃത്വം നൽകുകയും എല്ലാം ചെയ്ത ശേഷം സ്വയം ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ശിവരാജ് പാട്ടീൽ രാജിവെക്കുകയായിരുന്നു എന്നുള്ളതാണ്. തൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ പിഴവ് തൻ്റേതായി കണക്കാക്കുന്നു എന്നുള്ളൊരു സ്വയം വിമർശനത്തിലൂടെ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. 1980 അദ്ദേഹം പാർലമെൻറ്റിലേക്ക് എത്തുന്നത്. അതിനുശേഷം നിരവധി തവണ പാർലമെൻറ്റിലേക്ക് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ആദ്യം ശിവരാജ് പാട്ടീൽ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലും അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു. മാത്രമല്ല, നെഹ്റു കുടുംബവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അവരുടെ വിശ്വസ്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയായിരുന്നു ശിവരാജ് പാട്ടീൽ എന്നത്. അദ്ദേഹം 1991 സ്പീക്കർ ആയിരിക്കുമ്പോൾ, അതായത് ലോക്സഭാ സ്പീക്കർ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ തന്നെ ജന്മനാടായ ലാത്തൂരിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത്. അന്ന് ആ സമയത്ത് അവിടെ നേരിട്ടെത്തുകയും രക്ഷാപ്രവർത്തനത്തിന്, അതായത് പ്രാദേശിക നേതാക്കളോട് അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങളോടുമൊപ്പം അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മുൻനിരയിലുണ്ടായിരുന്നു. അത്തരത്തിൽ കേന്ദ്ര മന്ത്രിസഭയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇത്രത്തോളം ദേശീയ രാഷ്ട്രീയത്തിലെ സമുന്നതനായ ഒരാൾ, അതെല്ലാം മറന്നുകൊണ്ട് സാധാരണ ഒരു ജനങ്ങളിൽ ഒരാളായി അന്ന് ആ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കാഴ്ച, അല്ലെങ്കിൽ അത് ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ച ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ ദുരന്തമുഖത്ത് നേരിട്ടെത്തുന്നതിൽ അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധ പുലർത്തിയിരുന്നു. അത് പിന്നീട് ഈ ഭീകരാക്രമണം നടന്ന സമയത്തും അദ്ദേഹമാണ് ഈ ആദ്യം അവിടെ എത്തിയ ആളുകളിൽ ഒരാൾ എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ വഴികാട്ടികൾ, മാർഗദർശിയായ ഒരാളാണ് ശിവരാജ് പാട്ടീൽ എന്ന് പറയുന്നത്. ശിവരാജ് പാട്ടീലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ, മഹാരാഷ്ട്രയിലെ ലാത്തൂരിലുള്ള വസതിയിൽ പുലർച്ചയോടുകൂടെ അന്തരിച്ചത്. വലിയ രീതിയിൽ ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര മന്ത്രിസഭയിൽ 2 തവണ, അതായത് രാജീവ് ഗാന്ധി മന്ത്രിസഭയിലും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലും അദ്ദേഹം വിവിധ വകുപ്പുകളിൽ ഇരുന്നിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനെല്ലാം ശേഷമാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി രാജിവെച്ചതിന് ശേഷമാണ് ആദ്യം പഞ്ചാബ് ഗവർണറായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ചണ്ഡീഗഡിലെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിലും ഇരുന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വാർദ്ധക്യത്തിൽ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വസതിയിൽ വിശ്രമ ജീവിതത്തിന് എത്തിയത്. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം 90-ാം വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നത്. ശരി, മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മഹാരാഷ്ട്രയിലെ ലത്തൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. മുംബൈ ഭീകരാക്രമണ കാലത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്നു. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചു. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.